മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. അദാനിയെ കുറിച്ച് പറഞ്ഞത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നിങ്ങൾ ഒന്ന് കേട്ടു. പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞു, സ്വകാര്യ നിക്ഷേപങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് എന്നത്. ശരിയാണ്. അല്ല, കേൾക്ക്, അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഈ 87,000 കോടി രൂപയുടെ കടവും ഇപ്പൊ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് ഒരു സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ പറ്റുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഇവിടെ മത്സരിക്കുകയാണ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. ഓരോ ഇൻവെസ്റ്ററേയും കൊണ്ടുപോകുന്നതിന് വേണ്ടി തമിഴ്നാടും കർണാടകയും മഹാരാഷ്ട്രയും തെലങ്കാനയും ആന്ധ്രയും ഹരിയാനയും എല്ലാവരും മത്സരിക്കുകയാണ്. ഇവിടെ വരാൻ പാടില്ല ആരും. അതല്ല ഞങ്ങളുടെ നയം. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കും. അതുവഴിയേ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ തുറമുഖത്ത് പ്രൈവറ്റൈസേഷൻ, അദാനി ഇവിടെ പോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുത്ത പിണറായി വിജയനാണ് വന്നിട്ട് സ്വകാര്യ മേഖല. ഞാൻ ചോദിക്കട്ടെ, പോർട്ടിൽ നിക്ഷേപിക്കാനുള്ള പണം സംസ്ഥാനത്തിനുണ്ടോ? പോർട്ടിന്റെ വികസനത്തിന് വേണ്ടി ഒരു ലോജിസ്റ്റിക്സ് തുടങ്ങാൻ, വിഴിഞ്ഞത്ത് നിന്ന് കാസർഗോഡേക്ക് ഒരു ലോജിസ്റ്റിക്സ് തുടങ്ങാൻ, ഒരു ബാർജ് ലോജിസ്റ്റിക്സ് തുടങ്ങാൻ, ഒരു ഷിപ്പിൽ ലോജിസ്റ്റിക്സ് തുടങ്ങാനുള്ള കപ്പാസിറ്റി സ്റ്റേറ്റിനുണ്ടോ? അപ്പോൾ അവിടെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്ന് അവിടെ മത്സരം ഉണ്ടാക്കി ആ സ്വകാര്യ നിക്ഷേപത്തിലൂടെ ബാർജ് ലോജിസ്റ്റിക്സും വെസൽ ലോജിസ്റ്റിക്സും തുടങ്ങും. അവിടെ ഒരു സംശയം വേണ്ട, അത് തുടങ്ങും. അത് തന്നെയാണ് പോളിസി. പിന്നെ ഔട്ട് ഓഫ് പോർട്ട് അത് ഡെവലപ്പ് ചെയ്യും. അവിടെ ഫിഷറീസ് എക്സ്പോർട്ട് ഉണ്ടാവും. അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്ന ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാവും. ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കും. ഇപ്പോ നമ്മൾ ഇൻകലിനെ കുറിച്ച് പറഞ്ഞു, കിൻഫ്രയെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ KSIL, ഇപ്പോ കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്ഥലം KSIL ആണ് നോക്കുന്നത്. ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് പരിമിതിയുണ്ട്. നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ വീണ്ടും പുറകിലേക്ക് നടന്നു പോകും കേരളം. നിങ്ങൾ കേട്ടില്ലേ? അതായത് മോദിക്ക് കൈയടിക്കുകയും രാഹുൽ ഗാന്ധിയെ പച്ചക്കങ്ങ് തേച്ചതുമല്ലേ നമ്മൾ ഈ കേട്ടിട്ടുള്ളത്? ഇതൊക്കെ എങ്ങനെയാ കേരളത്തിലെ സകല മോദി വിരുദ്ധരും സഹിക്കുക? പ്രത്യേകിച്ച് സുഡാപ്പികള്. കേരളമാണ് എന്തോ മികച്ചത് എന്ന് പറഞ്ഞു നടന്ന സകലരുടെയും മണ്ടക്ക് BJP ഭരിക്കുന്ന മഹാരാഷ്ട്ര, BJP ഭരിക്കുന്ന ഹരിയാന, സതീശൻ ഇങ്ങനെ എണ്ണി പറയാ കേരളത്തെക്കാൾ മെച്ചമാണ്, ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, അവർ വലിയ പുരോഗതിയിലേക്ക് പോകുന്നു. ഏത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മാത്രമല്ല, നിങ്ങൾ കേട്ടോ, നിക്ഷേപം കൊണ്ടുവരും, സ്വകാര്യവൽക്കരണത്തിനെതിരെ തോന്നിയത് വിളിച്ചു, കോർപ്പറേറ്റുകൾക്കെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി പറയാ പോർട്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവിടെ പണുണ്ടോ? അത് ഡെവലപ്പ് ആക്കണ്ടേ? അതിലേക്ക് ആളുകൾ വരണ്ടേ? ഇൻവെസ്റ്റ്മെന്റുമായിട്ട് പോർട്ടിലേക്ക് ഇവിടെ എന്തെങ്കിലും പച്ചക്ക് ചോദിക്കുക, അതിലേക്ക് സ്വകാര്യവൽക്കരണത്തെ സ്വീകരിക്കുന്നതല്ലേ നമ്മൾ ഈ കേട്ടത്? അല്ല, അദാനിക്കെതിരെ പ്രതിപക്ഷം പിണറായി വിജയൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഒരു ചെറിയ കളിയല്ലേ. ഇവിടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്തൊക്കെയാ അദാനിക്കെതിരെ നിരന്തരം പറഞ്ഞത്? ആ അദാനിയോട് തോളോട് തോളി ചേർന്ന് പോർട്ട് വികസനത്തെ ചർച്ചയെക്കുറിച്ച്, ആ വികസനവും ചർച്ചയാ സതീശൻ പറയുന്നത്. അദാനിയെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷം എന്ന് പോലും ഈ അടുത്ത ചർച്ചയ്ക്ക് പോലും രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷത്തിനെതിരെ. ആ രാഹുൽ ഗാന്ധി അല്ലേ സതീശൻ പച്ചക്കങ്ങ് തേച്ചിട്ടത്? സകലം മലയാളി ചിന്തിച്ചു നോക്കൂ. അദാനി വേണം, കോർപ്പറേറ്റ് വേണം, സ്വകാര്യവൽക്കരണം വേണം, അല്ല കേരളം പിറകോട്ട് പോകുമെന്ന് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയാ ഈ വിളിച്ചു പറയുന്നത്. ഒരു നാട് ഡെവലപ്പ് ആവണമെങ്കിൽ, ഒരു സംസ്ഥാനം ഡെവലപ്പ് ആവണമെങ്കിൽ, ഒരു രാജ്യം ഡെവലപ്പ് ആവണമെങ്കിൽ അവിടുത്തെ ബിസിനസ്സുകാര്, കോർപ്പറേറ്റുകള്, സകല കർഷകര്, സകല IT സകല മേഖലയിലെയും ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോയാലേ ഒരു നാട് വളരൂ. അത് സതീശൻ തിരിച്ചറിഞ്ഞു ഏകദേശം. ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് അത് തിരിഞ്ഞില്ല. ഈ സമയം വരെ രാഹുൽ ഗാന്ധിക്ക് അത് തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സതീശൻ രാഹുൽ ഗാന്ധിയെ തേച്ച് മോദിക്ക് കൈയടിച്ചോ? അതല്ല ഇപ്പോ സംഭവിച്ചിട്ടുള്ളത്. മോദിക്ക് എതിരെ എന്ത് പറയും? സ്വകാര്യവൽക്കരണമോ നിക്ഷേപമോ
അതൊക്കെ ഇനി എന്ത് ചെയ്യൂ? സതീശൻ അതാണ് എനിക്ക് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. ഇനി അടുത്തൊന്ന് കേട്ടു. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപം കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് UDF ഗവൺമെന്റിന്റെ പോളിസി. അല്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ ക്ലീഷേ വന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭാവിയെ, അതാണ് ഈ പിള്ളേരൊന്നും ഇവിടെ നിൽക്കാത്തത്. ഇവിടെ എന്ത് കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? എന്ത് ജോലി കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന്, ഇവിടെ എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ജോലി കൊടുക്കാൻ പറ്റിയ എത്ര പൊതുമേഖലാ സ്ഥാപനമുണ്ട് ഇവിടെ? BTech പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ ഏത് സ്ഥാപനമുണ്ട് ഇവിടെ? വേണ്ടേ? ഈ കുട്ടികൾക്ക് ജോലിയൊന്നും വേണ്ടേ? ഞാനിത് കേട്ട സമയത്ത് യഥാർത്ഥത്തിൽ സതീശൻ തന്നെയാണോ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ K സുരേന്ദ്രനോ BB ഗോപകുമാറോ ഇവരാരെങ്കിലാണോ ഈ പറയുന്നത് എന്ന് ഒന്നുകൂടി ഒന്ന് നോക്കി. സതീശൻ തന്നെയാ പറയുന്നത്. ഇത് സതീശൻ ഇതൊക്കെ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? ഈ കഴിഞ്ഞ 10 വർഷമൊക്കെ പിണറായി വിജയനും ഇടതുപക്ഷമാണ് കേരളം ഭരിച്ചത്. അതിനു മുമ്പെയോ ഇവിടെ എത്ര കാലം കോൺഗ്രസ് ഭരിച്ചു? അതായത് BJP ഇതല്ല ഇവിടെ നമ്മുടെ നാട്ടിലെ മലയാളികളോട്, നമ്മുടെ കേരള ജനതയോട് നിരന്തരം പറയുന്നത്. ഇവിടെ യുവാക്കൾക്ക്, പുതുതലമുറക്ക് കേരളത്തെ ഇത്രയും കാലം ഭരിച്ച ഇടതും വലതും കൂടി കട്ടുപിടിച്ചിട്ടേ ഉള്ളൂ പുതുതലമുറക്ക് ഇവിടെ ജോലിയില്ല എന്ന് BJP പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാം. ഇവര് പറയും ഇവരല്ലേ ഒരുപാട് കാലം കേരളം ഭരിച്ചത്. അപ്പൊ ഉമ്മൻചാണ്ടിയെ അങ്ങനെ പിറകോട്ട് പോയാൽ സകല കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെയും സതീശൻ തള്ളുകയാണോ? BJP പറയുന്നത് ഇതൊക്കെ പറയാൻ സതീശൻ എന്തെങ്കിലും അർഹതയുണ്ടോ? യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസും ഇടതും കൂടി ഭരിച്ചു മുടിച്ചത് കൊണ്ടല്ലേ കേരളത്തിൽ ഇന്ന് പുതുതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക്, അടുത്ത അയൽ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഓടിപ്പോകുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഒരു അവസരമല്ല, ഈ അവസരം നശിപ്പിച്ചത് കോൺഗ്രസ് ഉൾപ്പെടുന്ന സർക്കാരുകൾ ഉൾപ്പെടെ കേരളം ഭരിച്ചതുകൊണ്ടാ. അതിലൊരു തർക്കമില്ലാത്ത വിഷയ. സതീശൻ ഇപ്പൊ മുഖ്യമന്ത്രിയായത് ഏതോ BJP മുഖ്യമന്ത്രി ആയതുപോലെയാ. ഓരോ ആളുകൾ ചിന്തിച്ചു നോക്കി, ഇത്രയും കാലം വേറെ ആരോ ഭരിച്ചതുപോലെ സതീശൻ ഓർമ്മയും കൂടിയില്ല കോൺഗ്രസ് കേരളം ഭരിച്ചത്. കോൺഗ്രസും ഇടതും കൂടിയാണ് കേരളം ഭരിച്ചു പിടിച്ചിട്ടുള്ളത്. അതിന്റെ റിസൾട്ടാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടൊന്നല്ല പുതുതലമുറയ്ക്ക് ഇവിടെ ജോലി ഇല്ലാതായത്. ഉമ്മൻചാണ്ടി സർക്കാർ മുതല് കോൺഗ്രസ് ഭരിച്ച ഓരോ കാലഘട്ടം എടുത്തു നോക്കിയാലും, ഓരോ വർഷങ്ങൾ എടുത്തു നോക്കിയാലും എന്തു ഉണ്ടായാ കേരളത്തിലെ പുതുതലമുറയ്ക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി ഇവിടെ ജോലിയുമായി ബന്ധപ്പെട്ട് ചെയ്തത്? ഒരു തേങ്ങ ചെയ്തില്ല. UDF ചെയ്തിട്ടില്ല, LDF ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ജോലി വേണ്ടാത്ത വേണ്ടേ? സതീശൻ ഇന്നലകളിൽ കോൺഗ്രസ് കേരളം ഭരിച്ചതൊക്കെ അങ്ങ് മറന്നുപോയി എന്നാ തോന്നുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയെ പച്ചക്കങ്ങ് തേച്ചിട്ട് മോദിയാണ് ശരി എന്നുള്ളത് ഈ ഒരൊറ്റ പ്രസ്താവന കേട്ടാൽ, ഒരൊറ്റ പ്രസ്താവന, എല്ലാവരും ഒരുമിച്ചാലേ നാട് വളരൂ എന്നുള്ള മോദിയെ സതീശൻ കോപ്പി അടിക്കുന്നു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയും. ഇനി കേരളത്തിലെ മോദി വിരുദ്ധർ മോദിക്കെതിരെ എന്ത് പറയും?